ഒറ്റപ്പാലം വരോട് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 11 വയസ്സുകാരന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവം പൊട്ടിയത് പന്നിപ്പടക്കമെന്ന് സ്ഥിരീകരിച്ചു. പോലീസും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസിന്റെ സയന്റിഫിക് സംഘവും സംയുക്തമായ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് പന്നിപ്പടക്കമെന്ന് സ്ഥിരീകരണം. ഇന്നലെ വൈകുന്നേരം അമ്മയ്ക്കൊപ്പം നടന്നു പോവുകയായിരുന്ന വീട്ടാമ്പാറ ചുങ്കത്ത് വീട്ടിൽ ശ്രീ ഹർഷൻ എന്ന 11-കാരനാണ് വലതുകാലിന് പരിക്കേറ്റത്. ഇന്നലെ നടന്ന സംഭവത്തോടുകൂടി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിന് അറുതി വരുന്നില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഒറ്റപ്പാലം സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന 3ാമത്തെ സ്ഫോടനമാണ് ഇന്നലെ വരോട് വീട്ടാമ്പാറയിലേത്. ഒരു കേസിൽ പോലും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 4 വർഷം മുമ്പ് 19 മൈലിലെ ഹൗസിംഗ് ബോർഡ് കോളനിയിലായിരുന്നു ആദ്യ പൊട്ടിത്തെറി. പാതയോരത്തെ കാട് വെട്ടുകയായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയുടെ കൈപ്പത്തിക്കായിരുന്നു ഗുരുതര പരിക്ക്. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഇവർ ആശുപത്രി വിട്ടത്. 2 വർഷം മുമ്പ് അമ്പലപ്പാറയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് പാതയോരത്ത് മേഞ്ഞിരുന്ന പശുവിന്റെ മുഖം തകർന്നിരുന്നു. ഈ 2 കേസുകളിലും അന്വേഷണം നടന്നെങ്കിലും തുമ്പുണ്ടായില്ല. ഇതിനിടെയാണ് ഇന്നലെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ 11-കാരൻ ശ്രീഹർഷന് പരിക്കേറ്റത്. കാട്ടുപന്നി ശല്യമുള്ള ഭാഗങ്ങളിൽ ഇവയെ പിടിക്കാനും അറവിനുമായാണ് പന്നിപ്പടക്കങ്ങൾ ഒഴിഞ്ഞ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കുന്നത്. ഇവയിൽ ശക്തമായി സ്പർശിക്കുന്നതോടെ പൊട്ടിത്തെറിക്കുകയും പന്നികൾ ചാവുകയും ചെയ്യും. ഇതാണ് പലപ്പോഴും മനുഷ്യർക്കും മൃഗങ്ങൾക്കും കെണിയാവുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്ത ഒറ്റപ്പാലം പോലീസ് പന്നിപ്പടക്കം എങ്ങനെ ജനവാസ മേഖലയിൽ എത്തിയെന്നത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.